തമിഴ്നാട്ടില് പേച്ചിപ്പാറ എന്ന് പറഞ്ഞാൽ പേച്ചിപ്പാറ പിന്നെ വേറെ ഒരു ചെറിയൊരു ഡാമും കൂടിയുണ്ട്. ആ ഡാമും എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡാമും അത് തുറന്നു വിട്ടേക്കുന്നത് കൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് 2 നില വീടാണ് കാണുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് മുങ്ങിയത്, സെക്കൻഡ് ഫ്ലോറാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടങ്ങളിലെല്ലാം മുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കാറ്റും കോളും കാരണം പോയ കാര്യമൊന്നും നടന്നില്ല. അങ്ങനെ വന്ന് പെട്ടതാണ് ഈ കന്യാകുമാരിയിൽ. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, സൺറൈസ് എങ്കിലും കാണാമെന്ന് ഓർത്തിട്ട് വെളുപ്പിനെ എണീറ്റ് വന്നാണ്. അത് നടന്നില്ല, മൊത്തം ഓടിച്ചിട്ടിരിക്കുന്നത്. മഴ പെയ്യും, പിന്നെയും വരും, പിന്നെയും പോവും, പിന്നെയും പെയ്യും. ആ ഒരു ഇതാണ്. കടലിൽ പോകാനും കൂടി ഓർത്താണ് വന്നത് ശരിക്കും. പക്ഷേ ഈ മാസം 22-ാം തീയതി വരെ കടലിലാരും പോകാൻ പാടില്ല എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഓർഡറൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, അഥവാ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഫൈൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ഒരു വള്ളമോ ഒരു ബോട്ടോ ഒന്നും പോയിട്ടില്ല. അത് നേരെ കാണാണ്ടോ നമ്മുടെ വിവേകാനന്ദ പാറ, അവിടെയൊക്കെ കയറാൻ പറ്റില്ല എന്ന് ഓർത്താണ്. പക്ഷെ എല്ലാം ക്ലോസാണ്. ഈ വരുന്ന 22-ാം തീയതി വരെ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം മുടക്കാണ്. മച്ചാമാരെ അപ്പോഴല്ല നല്ല മഴയുണ്ട്, മഴയും വേണ്ട, കാറ്റും കോളും ഒക്കെ ഉണ്ട്. മറ്റേ സൈക്ലോണിൻ്റെ മറ്റേ ഫ്ലഡിൻ്റെ അലേർട്ട് ഉണ്ട്. ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ കന്യാകുമാരിയിലാണ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പോകാൻ വേണ്ടി ഇരുന്ന് വെച്ച സ്ഥലം ഇതൊന്നുമില്ല. രാമേശ്വരം ധനുഷ്കോടി പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ കുറേ കാര്യങ്ങളുണ്ട്, ഈ മഴയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഇവിടെ വന്ന് പെട്ടുപോയതാണ്. അപ്പം എന്തായാലും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ എന്തെങ്കിലും എടുക്കലാന്ന് ഓർത്തിട്ടായിരുന്നു ഇത് കണ്ടത്. നല്ല മഴയാണ്. എന്തായാലും ബാക്കി കാണാട്ടോ, ഒരു രക്ഷയില്ല. പൊന്നേ വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് നാട്ടിലത്തെ അവസ്ഥ ഇവിടത്തേലും ഭീകരമാണെന്ന് അറിയാം. എന്ന് വെച്ചാൽ നിൽക്കാണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കാൻ, ഓരോ സ്ഥലത്തിൻ്റെ ഡാമൊക്കെ തുറന്നു വിട്ട് ആകെ ഇടങ്ങേറാണെന്ന് പറഞ്ഞു. മച്ചന്മാരെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകാനേട്ടാ. റൂട്ട് മാപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട് ഫ്ലഡ് അലേർട്ടും അതും ഇതൊക്കെ ആയിട്ട് പല പല സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. എന്താവുമെന്ന് ഒരു പിടിയില്ല, എന്തായാലും നോക്കാം. വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് നാട്ടിലത്തെ അവസ്ഥ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിയത് എന്നുള്ള സീനായി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും ഫ്ലഡും എന്തോ കുറച്ചപ്പുറം കൊറോണയും റോഡ് മൊത്തം ബ്ലോക്കാണ്. എന്താ സീനെന്ന് അറിയാൻ പാടില്ല. നോക്കട്ടെ, എന്തായാലും പോയി നോക്കട്ടെ. വെള്ളത്തിൽ കൂടി ഒഴിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ നോക്കി വെള്ളം വെറുതെ കരകവിഞ്ഞ് വീഴണല്ല. പോലീസുകാരൊക്കെ ഇട്ടല്ല, പോലീസുകാരുണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് റോഡിൽ. എന്താന്ന് നോക്കാം, സീൻ എന്താന്ന് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, തമിഴ്നാട്ടില് പേച്ചിപ്പാറ എന്ന് പറഞ്ഞാൽ പേച്ചിപ്പാറ പിന്നെ വേറെ ഒരു ചെറിയൊരു ഡാമും കൂടിയുണ്ട്. ആ ഡാമും എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡാമും അത് തുറന്നു വിട്ടേക്കുന്നത് കൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവറിൻ്റെ 2 സൈഡിലുള്ള വീടുകളെല്ലാം മുങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു വീട് കാണുന്നുണ്ടോ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 നില വീടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ. 2 നില വീടാണ് കാണുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് മുങ്ങിയത്, സെക്കൻഡ് ഫ്ലോറാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടങ്ങളിലെല്ലാം മുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളപായോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിപ്പോൾ ചോദിച്ചായിരുന്നു അവിടെ പോലീസുകാർ സാർമാരോട് ചോദിച്ചായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളപായമൊന്നുമില്ല. നേരത്തെ തന്നെ അവർക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും മാറ്റി വേറെ സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റിയെന്ന് പറയുന്നുണ്ട്. ഈ വെള്ളം നേരെ കടലിലേക്കാണ് കേട്ടോ പോണത്. നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ എന്താണെന്നും ഒരു പിടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ട്. തിരിച്ചു പോണേന്
ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എന്ന് വെച്ചാൽ ഏക്കർ കണക്കിനോളം ഈ പറഞ്ഞ പോലെ കൃഷികളും എല്ലാം മുങ്ങിപ്പോയി. എന്തോരോട് നോക്കി. നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ വേറെ കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ അപ്പം ഇങ്ങനെ സൂക്ഷിച്ച് പോയി കഴിഞ്ഞപ്പോഴാണ് കാറൊക്കെ അംബാസിഡർ കാറൊക്കെ കിടക്കുന്നത്. അതൊക്കെ ഇങ്ങനെ ഒഴുകിയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. കൃഷികൾ മാത്രമല്ല, ഈ ആറിൻ്റെ 2 സൈഡിലുള്ള എല്ലാ വീടുകളും ഒട്ടുമുക്കാലും മുന്നിലാണ് കേൾക്കുന്നത്. മച്ചാന്മാരെ നാട്ടിലപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കും എന്ന് വിചാരിക്കണ്ട. നമ്മ എന്തായാലും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്താനുള്ള പരിപാടിയാണ് നോക്കണത്. നേരെ ഇനി വന്ന വഴി റോട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാ ഒരു പിടിയില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് തന്നെ പോകും. ഓക്കെ, ഇനിയിപ്പോൾ നാട്ടിലത്തെ അവസ്ഥ എന്താണെന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ അറിയാം. ആർക്കൊന്നും വരുത്തില്ല എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. മച്ചാന്മാരെ കാര്യം പറയല്ലോ.